ഹലോ പ്ലീസ്, നമ്മളിന്ന് നമ്മുടെ ഷിജുവേട്ടൻ്റെ ഹോട്ടലിൻ്റെ അപ്പുറത്തുള്ളൊരു പലചരക്ക് കടയിൽ പോകുന്നത്. പുള്ളി പണ്ട് ഇവിടെ നിർത്തിപ്പോയതാ, വീണ്ടും കൂടെ നമുക്ക് കാണാം. ആ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. തലയിൽ കൊണ്ടു അദ്ദേഹമല്ല, ആ കാണുന്നതാണ് അത്. ഒരു ഹായ് കാണിക്കൂ, ചിരിക്കൂ. ഹായ്, ഇദ്ദേഹമാണ് അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പുതിയ കടയാണിത്. നമ്മളിത് യൂട്യൂബിലിടും. ഇക്ക ഈ കട വലുതാക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്ന എല്ലാവർക്കും വളരെ ഒരു ആശ്വാസമാണ്. നോക്കി, ഇതാണ് തീർച്ചയായിട്ടും മാറി മാറി. എനിക്കൊരു 10 കാര്യം ഹൈവേയുടെ സൈഡ് തന്നെയാണ്. ഇത് കരിഞ്ഞാലി ആണ് കേട്ടോ. അവിടെ ആലത്തൂർ ടു പാലക്കാട് റൂട്ടാണ്. കരിഞ്ഞാലി എന്ന ഭാഗത്താണ്. ഈ അടച്ചു കിടക്കുന്നതാണ് നമ്മുടെ ഷിജുവേട്ടൻ പണ്ട് നടത്തിയ ഹോട്ടൽ. അതിന് ഒപ്പം ചേർന്ന് തന്നെയാണ് നമ്മുടെ കരീം വെക്കാൻ്റെ കട. കടയ്ക്ക് പേരൊന്നും ഇല്ലേക്കാ? ഹലോ, കണ്ടത്തെ പോലെ തന്നെ ആളെ പേരൊന്നും ഇല്ല. കരിമുക്ക 2-3 കിലോ മൈസൂർ പാവ് ഉണ്ടോ? മൈസൂർ പാവ് ഉണ്ടോ? ഇല്ലേ. വേറെന്താ ഉള്ളത്? ലഡ്ഡു ജിലേബി വല്ലതും ഉണ്ടോ? നമ്മുടെ പണ്ടത്തെ നൊസ്റ്റാൾജിയ നാരങ്ങ മിഠായി. എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം അരിയെടുക്കുന്നത് നോക്കൂ. എത്ര സമയം? 1 മണിക്കൂറോ വേകാന്? അല്ല, 1 മണിക്കൂർ കത്തിക്കണ്ടേ ഗ്യാസ്? സാറിന് 20 മിനിറ്റ് 15 മിനിറ്റ് അല്ലേ? ഓ ശരി. ഓ കഴുകി അല്ല, 5 ഇല്ലാണ്ട് ഓക്കെ. അപ്പൊ അത് ഞാൻ യൂട്യൂബിലുണ്ട് കേട്ടോ. എവിടെ? ആ അതെൻ്റെ അത് എനിക്കൊരു കവർ തരണം. ഒരു പിക്കപ്പ് പേപ്പറിൽ പോയി ഞാൻ ഇതൊന്നേ അന്നേരം കേട്ടോ. ഓക്കെ, ഒരു ചിരി, ഒന്ന് ചിരിക്കി. ശരിയോടെ നിങ്ങള് പറഞ്ഞോളി. 135 ബിരിയാണി അരി വേണം. അത് 200 രൂപയല്ലേ വില? ലോക്കലെ കൊണ്ട് വേറെ വീട്ടിൽ കൊണ്ട കരി ഉണ്ട്. 80 രൂപ 100 രൂപ 200 രൂപ വാങ്ങിയിട്ട് 100 രൂപയൊക്കെ അല്ലേ? 100 രൂപയൊക്കെ ഉണ്ട്, 80 ഉണ്ട്. തിരി ഓക്കെ. അപ്പൊ പോയിട്ട് വരാം. ഓക്കെ ഓക്കെ. ഫുള്ള് കാട്ട്.